ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ അനിയനെ തല്ലിച്ചവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുന്നു നമ്മുടെ സച്ചിയുടെ പിന്നാലെ ശ്രീയും ചെന്നിരിക്കുന്നു. ഇവർ നേർക്ക് നേരെ നോക്കി നിൽക്കുക. നീ എൻ്റെ അനിയനെ നാളെ വിട്ട് തല്ലിക്കോടാ എന്ന് ചോദിച്ചപ്പം ആര് തല്ലിച്ചെന്ന് എന്ന് ഇയാൾ ചോദിച്ചു തീർന്നില്ല. ഒരൊറ്റ അടിയായിരുന്നു നമ്മുടെ സച്ചി. അപ്പം സച്ചിട്ടാ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീ ചെന്ന് തടഞ്ഞു. അപ്പോഴേക്കും ഭാര്യ കയറി വന്ന് നീ ആരെയാ തല്ലിയതെന്ന് അറിയാവിടെ തെമ്മാടി എന്ന് ചോദിച്ചു. ഇയാളെ തല്ലിയത് നിങ്ങൾ ശരിക്കും കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഒന്നോടെ കൊടുക്കാൻ ഞാൻ സച്ചി പറഞ്ഞു. വീട്ടിൽ കയറി വന്ന് റൗഡിത്തരം കാണിക്കുന്നു. ചേട്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. വിളിക്ക് പോലീസിനെ വിളിക്ക്. അവർ വന്നാലേ ആദ്യം കൊണ്ടുപോകുന്നു ഇയാളെയാ. എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിച്ച് ഇയാളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. വലിയ ആളാണത്രേ. നാണുണ്ടോ നിങ്ങൾക്ക്? നട്ടലുണ്ടെങ്കിൽ നേർക്ക് നേരെ നിന്ന് അടിക്കാനായിട്ടും പറഞ്ഞ് സച്ചി ഇയാളെ വെല്ലുവിളിക്കുക. ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുക കേട്ടോ. കുറെ കൂലിത്തല്ലുകാരെ വിട്ടിരിക്കുന്നു. എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ. തൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞു. എൻ്റെ അനിയൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെല്ലാത്തിനെയും വെള്ളം ഒതപ്പിച്ച് കിടത്തിയനെ ഞാനൊന്നും സച്ചി പറയുവാണേ. ഇതെല്ലാം ഇങ്ങനെ നോക്കും. അപ്പം വിട്ടിട്ട് തന്നെയെന്ന് പറഞ്ഞ് സ്ത്രീയെ പിടിച്ച് വലിച്ചങ്ങ് മാറ്റിയിട്ട് സമൂഹത്തിൽ വലിയ നിലയും വിലയുള്ള ആളാണല്ലോ താൻ, എന്നിട്ടാണ് ഇങ്ങനെ വൃത്തികേട് കാണിച്ചത് നിന്റെ അനിയനാ, അതുകൊണ്ടാണ് ഇദ്ദേഹം ആളെ വിട്ട് തല്ലിച്ചതെന്ന് പറഞ്ഞു. ആളെ വിട്ട് തല്ലിക്കാൻ മാത്രം ഇവൻ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ലെന്ന് സച്ചി അങ്ങ് പറഞ്ഞു. നിങ്ങൾ എന്നോടും എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം ഇവനോട് തീർത്തു, അതാണ് ഉണ്ടായത്. ഞങ്ങളോടുള്ള ദേഷ്യത്തിനാണ് എന്തിനാ ഇവനെ തല്ലിയതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോടുള്ള ദേഷ്യത്തിനാണോ ആളെ വിട്ട് തല്ലിച്ചതെന്ന് ഇവനോട് ചോദിച്ചു നോക്കാനായിട്ട് ആ പുള്ളിയുടെ ഭാര്യ പറയുക. ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ നിന്റെ അച്ഛൻ ഇളക്കി വിട്ടതാണോ ഇവനെന്ന് ചോദിച്ചപ്പം എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു. സ്ത്രീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവൻ ഒരു തെറ്റും ചെയ്യില്ല, എനിക്കറിയാം ഇവനെ. ഞങ്ങളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇവനെ തല്ലിച്ചത്. ഒരു തെറ്റും ചെയ്യില്ല അത്രേ. എന്തിനാണ് ഇവൻ ഞങ്ങളുടെ മോളെ വളച്ചെടുക്കാൻ നോക്കുന്നത്, അവളെയും കൂട്ടി ഈ നാട് മുഴുവൻ കറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് വല്ലാണ്ടായി. സച്ചി ഇങ്ങനെ സ്ത്രീയെ നോക്കുക. അടിച്ചും പോയി. എന്ത്, എൻ്റെ അനിയൻ നിങ്ങളുടെ മകളെയും കൂട്ടി ലോകം മുഴുവൻ കറങ്ങി അടിച്ചെന്നോ? തമാശകാര് പറയാൻ നിൽക്കല്ലേ എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്ത്രീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുനിച്ചിങ്ങനെ നിൽക്കുക. തല്ലാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുവാണോ നിങ്ങളെന്ന് സച്ചി ചോദിച്ചു. എൻ്റെ അനിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എൻ്റെ അനിയൻ അത്രക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വാദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവനോട് തന്നെ ചോദിക്കുക, ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണെന്ന് അവൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു. എടാ നീ അങ്ങനെ ഒരുത്തനല്ലാന്ന് എനിക്കറിയാം. ഇവർ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവർ പറയുന്നതിൽ സത്യയിൽ നിന്ന് ഇവരോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ശ്രീഹിനൊന്നും മിണ്ടാതെ തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ തന്നെ സച്ചിക്കും അല്ലാതെയായി. ഇവരൊന്നും പറയുന്നില്ല. കണ്ടോ എന്തുകൊണ്ട് നിന്റെ അനിയനൊന്നും പറയുന്നില്ല? ഞാൻ പറഞ്ഞത് സത്യമായില്ലേ, അതുകൊണ്ടാണ് ഇവൻ വാ തുറക്കാത്തതെന്ന് ഈ മധുസൂദൻ എൻ്റെ ഭാര്യ അവിടെ നിന്നങ്ങ് പറഞ്ഞു. സച്ചി ആണെങ്കിൽ ആകെ തീർന്നു പോയി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എൻ്റെ മകളെ കാണരുത് സംസാരിക്കരുതെന്ന് പലതവണ വാൺ ചെയ്തിട്ട് ഇവൻ പിന്മാറിയില്ല. അത് ആളെ വിട്ട് തല്ലിച്ചതെന്നും മധുസൂദനൻ നമ്മുടെ സച്ചിയോട് പറയുന്നു. സച്ചി ആകെ വല്ലാതെ, നീ എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ലിയല്ലേടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഇതിൻ്റെ മറുപടി ഞങ്ങൾ തന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് തരാനാടാ? എൻ്റെ ഇത് കിട്ടിയതൊന്നും പോരെ, ഇനി വേണോ നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി വീണ്ടും തല്ലാനായിട്ട് കൈ ഓങ്ങി. അപ്പോൾ സോറി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ എന്നിട്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുക. പുറത്തിറങ്ങി ചെന്നിട്ട് എന്താണ് അയാൾ പറഞ്ഞത്, അയാളുടെ മോളുമായിട്ട് നീ അടുപ്പത്തിലാണോ എന്ന് ചോദിച്ചപ്പം ഏട്ടാ അത് പിന്നെ അതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞോടാന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു സച്ചി. അത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അയാൾ മോള് നിന്റെ ഫ്രണ്ടോ? എടാ അയാൾ നമ്മുടെ അച്ഛനോട് കാണിച്ചൊക്കെ നീ മറന്നോ? അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് അയാളും ഉണ്ടായിരുന്നു അവിടെ, നീ കണ്ടതല്ലടാ എല്ലാം. പെൻഷൻ കാശ് പാസ്സാക്കാതെ അയാൾ തടഞ്ഞു വെച്ചു, ദ്രോഹിച്ചു, ഇതൊക്കെ അറിഞ്ഞു വെച്ചു. നീ എന്തിനാണ് അവക്കടെ പിന്നാലെ പോകണമെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. അവളെ കാണുകയോ സംസാരിക്കുകയോ ഇന്ന് മുതൽ ചെയ്തേക്കരുതെന്നും പറഞ്ഞ് സച്ചിയും പറയാം. അങ്ങനെ ശ്രീയോട് താക്കീത് കൊടുത്തു നമ്മുടെ സച്ചി. എന്നിട്ട് സച്ചി അവിടെ നിന്ന് പോയി. നീ വരുന്നില്ലേന്ന് ചോദിച്ചു. ഏട്ടാ എന്താടാ ഈ ബന്ധം ശരിയാവില്ല, അതുകൊണ്ട് അയാളുടെ മകളുമായിട്ടൊരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞു. നമുക്കിത് സെറ്റ് ആവില്ലടാ എന്ന് തന്നെ സച്ചി അനിയനോട് പറയാം. എടാ നമ്മുടെ അച്ഛൻ്റെ ശത്രു അയാൾ, അത്രമാത്രം ദ്രോഹിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അയാൾ അച്ഛനെ. നീ അതൊക്കെ അറിഞ്ഞതല്ലേ? അയാളുടെ മകളെ നീ ഇത് ശരിയാവില്ലടാ. അപ്പം ഏട്ടാ അവൾ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പം എന്ത് ഫ്രണ്ട്, അവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും വേണ്ട, ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ശ്രീയോട് നമ്മുടെ സച്ചി പറഞ്ഞു. ഇനി അവളെ കണ്ട് സംസാരിച്ചോ എന്ന് അറിഞ്ഞു നിന്റെ കയ്യും കാലം തല്ലി ഓടിക്കുന്നത് അയാളായിരിക്കത്തില്ല, ഞാനായിരിക്കും എന്ന് സച്ചി ശ്രീയോട് പറഞ്ഞു. അതും പറഞ്ഞ് ശ്രീ ഇങ്ങനെ ശ്രീക്ക് അവസാനം താക്കിയത് കൊടുത്ത് സച്ചി വീട്ടിൽ പോകാൻ നോക്കാൻ പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞ് സച്ചി വന്നിട്ട് അവിടെ നിന്ന് പോയി, ശ്രീ വന്നിട്ട് അവിടെ നിന്ന് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി. പക്ഷേ ശ്രീയുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പിടച്ചുകൊണ്ടേ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് ശ്രീക്ക് അറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുധി കേട്ടോ. സുധിക്ക് ജോലിക്ക് പോകണം, പോയേ പറ്റൂ, ജോലിയില്ല, ഇന്നിപ്പോൾ എവിടെ പോയി ഇരിക്കും, എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ സുധി ഇങ്ങനെ ഇരിക്കുക. ഒരുങ്ങിക്കെട്ടി അവിടെ നിൽക്കുകയാണ് പോകാൻ റെഡിയായിട്ട്. അങ്ങനെ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്ന സമയം സുധി അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ
ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് ശ്രുതിയെ പുറകിൽ നിന്ന് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിച്ചു. ശ്രുതി ചുമ്മാ ഓഫീസിൽ പോകണ്ടേ എന്ന് ചോദിച്ചപ്പം പോണം, ഞാൻ ഇറങ്ങാനിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പോണോ ഇന്ന് എന്ന് ചോദിച്ചു. അത് കേട്ട് പോകണ്ടേ, അല്ല ഞാൻ ലീവ് വിളിച്ചു പറയട്ടെ എന്നൊക്കെ ചോദിച്ചു. വേണ്ട വേണ്ട വേണ്ട, പോയില്ലെങ്കിലേ ഒരു ദിവസത്തെ സാലറി അവർ കട്ട് ചെയ്യുമെന്ന് ശ്രുതിയോട് പറയാം. എന്തിനാ ഒരു ദിവസത്തെ സാലറി വെറുതെ കളയുന്നേ എന്നൊക്കെ ചോദിക്കുക. ശ്രുതി അന്നേരം തലയും കുറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ വീട്ടിൽ കഴിയാൻ പേടി തോന്നുന്നു ശ്രുതി, ഒരു ജയിൽ പോലെ എനിക്കിവിടെ തോന്നുന്നത്. ശ്രുതിയുടെ അനിയനാണെങ്കിൽ ഒരു വല്ലാത്ത റൗഡിയും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അടി. രേവതിയുടെ അനിയനാണെങ്കിൽ ഒരു മോഷ്ടാവും. അതെ, എന്നിട്ടും അവനെ ന്യായീകരിച്ച് ശ്രുതിയുടെ മെക്കിട്ട് കയറാൻ നോക്കുക സച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനം. ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യുന്നതാ സച്ചിയുടെ ഹോബി, എനിക്കതിൽ നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ നീ വിട്ടുകള. ഞാൻ പറഞ്ഞില്ലേ അവന് കോംപ്ലക്സാ, അതാണ് കാരണം. എനിക്ക് പഠിപ്പുണ്ട്, അവനതില്ല. പിന്നെ അവനെ പോലെ ഒരുത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകൂടി ചെയ്യരുത്. ശ്രുതി അതങ്ങ് വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു. വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ നിൽക്കുക. പിന്നെ ശ്രുതി എൻ്റെ മുടിയൊന്ന് തോർത്തിത്താ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൊണ്ട് നമ്മുടെ ശ്രുതി മുടിയൊക്കെ തോർത്തിക്കുന്നു. അങ്ങനെ ഭാര്യയുടെ മുടിയൊക്കെ തോർത്തി കൊടുത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ അങ്ങ് നിൽക്കുക കേട്ടോ. അപ്പോൾ മുടിയൊക്കെ തോർത്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കരുതിയതേ ശ്രുതി സൈലൻ്റ് ആണ്, ചൂടാവാനൊന്നും അറിയില്ല എന്നൊക്കെയാ. രേവതിയുടെ അനിയനെ നീ ശരിക്കും വരട്ടി എന്നൊക്കെ ശ്രുതിയോട് പറയണം. അന്നേരത്തേക്കും ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടിൽ പിടിച്ച് അടിക്കാൻ നോക്കി ഞാൻ അവനെ വെറുതെ വിടുമെന്ന് തോന്നിയോന്ന് ശ്രുതിയോട് ചോദിക്കാം. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ ശ്രുതി എന്ന് ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും നാണം കാരണം ഒരു രക്ഷയില്ല ശ്രുതിക്ക്. അങ്ങനെ നാണം കുണുങ്ങി. എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചതെന്ന് ശ്രുതി ചോദിക്കുവാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്രുതിയെ. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അത് എത്രത്തോളാണെന്ന് എനിക്ക് പറയാൻ വയ്യ. ശ്രുതിയെപ്പോലെ ഒരു ബെസ്റ്റ് ഹസ്ബൻഡിനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ പൊക്കി അങ്ങ് വിടുന്നു. ശ്രുതി അങ്ങ് ആകാശത്തിൽ ചെന്നു. ശ്രുതിക്ക് വലിയ ഡ്രീംസ് ഉണ്ട്. എന്നിട്ടും ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ശ്രുതി കാർ ഷോറൂമിൽ ജോലിക്ക് പോയില്ലേ, ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നില്ലേ. ഞാൻ എന്തു പറഞ്ഞാലും എന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ശ്രുതി അനുസരിക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയൊരു ഹസ്ബൻഡിനെ എനിക്കല്ലാതെ മറ്റാർക്കാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചു. അയ്യോ അതും നീ പറഞ്ഞത് ശരി തന്നെയാ. എന്നാലും ശ്രുതി, ഈ ജോലി വലിയ കാര്യമൊന്നുമല്ല. ഇത് തൽക്കാലത്തേക്കുള്ളൊരു ജോലി എന്ന് മാത്രം കരുതിയാൽ മതി. വേറെ നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ ഈ ജോലി അങ്ങ് വിടുമെന്ന് പറഞ്ഞു. ശ്രുതി, തൽക്കാലം ഈ ജോലി മതി നമുക്ക്. ശ്രുതി വേറെ ജോലിക്കൊന്നും ട്രൈ ചെയ്യണ്ടെന്നേ. ഇതിൽ തന്നെ ശ്രുതിക്ക് വലിയൊരു ഭാവി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നേരം പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലേ പിന്നെ ശ്രുതി ചോദിക്കുന്ന സാലറി കിട്ടും. ശ്രുതിയെ തട്ടിക്കൊണ്ടു പോകാൻ സ്ഥാപനങ്ങൾ വരും. അതുകൊണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴും പറഞ്ഞ് നിൽക്കുക. വീട്ടു ചെലവിൻ്റെ കാര്യം പറഞ്ഞ് സച്ചി നമ്മളെ അപമാനപ്പെടുത്തിയില്ലേ, ഇനി അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുന്നു. ശ്രുതിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ശമ്പളം കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ നമുക്ക് തീർക്കാം എന്നും ശ്രുതി. അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും ആശ. പിന്നെ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതെ, നമുക്ക് പോവണ്ടേ എന്ന് ചോദിച്ചു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കണമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മറന്നോ, ആൻറ്റി തന്ന ഹണിമൂൺ ട്രിപ്പിന് നമുക്ക് പോവണ്ടേ എന്ന് ചോദിക്കാം. ഞാൻ മാമിനോട് എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വേണമായിരുന്നു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. നമ്മൾ പോകണമെന്ന് മാമിനാ നിർബന്ധമെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയുക. ശ്രുതി അതൊക്കെ കേട്ട് നിൽക്കുക കേട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ മതി, ബാക്കി എല്ലാ ചിലവും അവരുടെ വകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ശ്രുതി നിന്നിങ്ങനെ ഉരുകുക. വൈകിക്കേണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ അങ്ങ് എടുത്തേക്കാനൊക്കെ പറഞ്ഞു. ഇന്നോ? ഞാനോ? ശ്രുതി അല്ലാതെ പിന്നെ വേറെ ആരാ അത് എടുക്കേണ്ടതെന്നൊക്കെ ശ്രുതി ചോദിക്കുക. അന്ന് ശ്രുതി എന്നോട് പറഞ്ഞിരുന്നല്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോളാമെന്ന്. ഇപ്പം എന്താ പിന്നെ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞായിരുന്നല്ലേ, മറന്നുപോയതാ. ഞാനേ ആ നമ്പർ അങ്ങ് തരാം, അവിടെ ചെന്ന് ബുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെ, ഇപ്പം കമ്പനിയിൽ നിന്ന് കുറേ ലീവൊക്കെ കിട്ടുമോ എന്തോ. ഞാൻ എങ്ങനെ ചോദിക്കും? ഞാൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കുറച്ച് മുമ്പല്ലേ ശ്രുതി പറഞ്ഞ് ലീവ് എടുക്കാൻ വിളിച്ചു പറയാമെന്ന്. ശരിയാ, ഞാൻ അങ്ങനെയും പറഞ്ഞിരുന്നല്ലേ. ശരി എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കാം. അപ്പോൾ അത് ഏജൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ അയച്ചേക്കാം. ശ്രുതി ചെല്ലാൻ പറഞ്ഞു. ശ്രുതി ഒന്ന് ഓഫീസിൽ പോയിട്ട് അത് എടുത്തോളാൻ പറഞ്ഞു. ഹണിമൂണിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാം മറന്നു പോകുവാണോ എന്നൊക്കെ ചോദിച്ചു. ബാഗ് എടുക്കാതെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതി പോവുക. അങ്ങനത്തെ അങ്ങ് ഇറങ്ങി പോയിട്ട് പുറത്തു നിന്ന് ഒരു രൂപ പോലും തികച്ചെടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ജോലി പോയ കാര്യം അറിഞ്ഞാൽ ഇവൾ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. ആകെ കുരുങ്ങിക്കിടക്കുകയാണല്ലോടാ, നീ എന്തു ചെയ്യും
എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചിന്തിക്കുവാണേ. ശ്രുതി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രുതി വീണ്ടും ഇറങ്ങി വന്നു. ഇതെന്താ പറ്റി ഇവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, പോണില്ലേ എന്ന് ചോദിച്ചു. എന്താ ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനെ പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്നാ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയി. ശ്രുതിക്ക് ഇത് എന്ത് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാളെ കണ്ടു. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ MD സാറിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം മേലാൻ നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് സാറ് പറഞ്ഞല്ലേന്ന് ചോദിച്ചു. ഓ, അദ്ദേഹം അങ്ങനെ പലതും പറയും, അതൊക്കെ ഞാൻ അനുസരിക്കണമെന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അന്ന് നിനക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാടാന്ന് ഇയാൾ ചോദിച്ചു. വാങ്ങിക്കാനാണോ നീ വന്നത്? അപ്പോൾ അതെ, വാങ്ങിക്കാൻ തന്നെയാ വന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിക്കാനോ? യെസ്, കുറച്ച് ദിവസം ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നതാണല്ലോ. ഞാൻ വർക്ക് ചെയ്ത ദിവസത്തെ സാലറി അത് എനിക്ക് വേണമെന്ന് ശ്രുതി. അത് വാങ്ങിക്കാനാണ് ഞാനിവിടെ വന്നതെന്നൊക്കെ പറഞ്ഞപ്പം 1 രൂപ പോലും നിനക്ക് തന്നേക്കരുതെന്നാ സാറ് പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞു. അതെന്ത് ന്യായം? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ 20 ദിവസത്തോളം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ദിവസങ്ങളിലെ സാലറി അദ്ദേഹം എനിക്ക് തന്നേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇയാൾ ചിരിക്കാൻ തുടങ്ങി. നീ എന്ത് ചിരിക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതി. 20 ദിവസം നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറ, ജോലി ചെയ്തിരുന്നു എന്ന് നീ പറയരുതെന്ന് അദ്ദേഹം ഈ ശ്രുതിയെ കളിയാക്കി പറയുന്നു. ദിവസവും ഷോറൂമിൽ വരും, ഫോണിൽ നോക്കിയിരിക്കുന്നതല്ലാതെ നീ മര്യാദയ്ക്ക് ഒരു കസ്റ്റമറെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ടെസ്റ്റ് ഡ്രൈവിനെന്നും പറഞ്ഞ് കാർ എടുത്തുകൊണ്ട് പോയി നാട് ചുറ്റല്, അതല്ലേ നീ ചെയ്തുകൊണ്ടിരുന്ന ജോലി? അല്ലാതെ എന്താ നീ ചെയ്തിട്ടുള്ളത്? ഒരു കാറ് പോലും നീ സെയിൽ ചെയ്തിട്ടുമില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ വന്ന് സാലറി ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ 20 ദിവസം ഇവിടെ വർക്ക് ചെയ്തിട്ടില്ലേ, പിന്നെ ചില കസ്റ്റമേഴ്സിന് കാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വകയിൽ എനിക്ക് സാലറി തരാം. എനിക്കിപ്പോൾ കാശിൻ്റെ അത്യാവശ്യമുണ്ട്, സാലറി നിങ്ങൾ തന്നേ പറ്റൂ. അപ്പോൾ 1 രൂപ പോലും തരില്ലെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. നിനക്കിവിടെ ജോലി തന്നതിൻ്റെ പേരില്ലേ സാറിന് ലക്ഷങ്ങളാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം മതി, നിർത്തിക്കോ, നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ MDയോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് തള്ളി കയറി MDയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ നിന്നോടല്ലേ പറഞ്ഞ് അങ്ങോട്ട് പോകരുത്, സാർ ചൂടാകുമെന്ന്. അപ്പോൾ നീ ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നാലേ നേരാവണ്ണം തിരിച്ചു പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നീ കാരണം അദ്ദേഹത്തിന് ഇവിടെ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടിരിക്കുക, അതിൻ്റെ ദേഷ്യത്തിലിരിക്കുക. നീ അദ്ദേഹത്തിന് മുന്നിൽ ചെന്നാലേ നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് റോഡിൽ തള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തല്ലാനും കൊല്ലാനും ഒക്കെ അദ്ദേഹം കുറെ ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്നുമുണ്ട്, അറിയാവോന്ന് ചോദിച്ചു. എന്തായാലും നീ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് സാലറി തന്നില്ല, ഞാൻ വിഷയം ഉണ്ടാക്കുമെന്ന് ശ്രുതി. നീ മര്യാദയ്ക്ക് കിട്ടിയ ജോലി ചെയ്തിരുന്നെങ്കിലേ നിനക്ക് നീ ഗതി വരില്ലായിരുന്നു എന്ന് പറയാം. അയാൾ പറഞ്ഞനുസരിക്കാൻ ഞാനെന്താ അയാളുടെ വീട്ടു ജോലിക്കാരനാണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ പോയാലേ ഒടുക്കം ജീവിക്കാൻ വേണ്ടി വീട്ടുവേല ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ് അദ്ദേഹം ശ്രുതിയെ വീണ്ടും കളിയാക്കുക. കൂടുതൽ സമയം ഇവിടെ നിന്ന് സംസാരിക്കാതെ പോടാന്ന് പറഞ്ഞു. ഇപ്പോൾ സാറിനെ വിളിക്കാൻ പറഞ്ഞു. നിന്നോടല്ലേടാ പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രുതിയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുവാണ്. അപ്പോൾ ഈ പണി പോയതറിയാതെ ശ്രുതി ഡൈവോഴ്സ് ചെയ്യുകയും ചെയ്യും. ഈ പറയുന്ന ശ്രുതി പൈസയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുന്ന് അടിച്ചിറക്കുകയും ചെയ്തു. മൊത്തത്തിൽ നമ്മുടെ ശ്രുതിക്ക് കണ്ടകശേനിയാണ്. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാലറിയും കിട്ടിയില്ല, ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എങ്ങനെ ബുക്ക് ചെയ്യും? എൻ്റെ ദൈവമേ, ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇനിയിപ്പോൾ ശ്രുതിയുടെ മുന്നിലേക്ക് പോകാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ വെപ്രാളം കൊള്ളുവാട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് ഓടുവാണ് നമ്മുടെ ശ്രുതി. ഈ സമയം പിന്നെ കാണിക്കുന്ന വർഷ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു, ഇവിടെ നമ്മുടെ ശ്രീ വിഷമിച്ചിരിക്കുന്നു. ശ്രീയുടെ ഫോണിലേക്ക് വർഷ തുരുതുരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ശ്രീ ആണെങ്കിൽ അതായത് അവിടെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം വർഷ ചെല്ലുന്നതിനെ പറ്റി പറഞ്ഞതെല്ലാം ശ്രീ ആലോചിക്കുക. അതിനുശേഷം പിന്നെ സച്ചി പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ആലോചിക്കുക. മൊത്തത്തിൽ നമ്മുടെ ശ്രീ എങ്ങനെ അങ്ങ് ധർമ്മസങ്കടത്തിലായി. വർഷ ഇരുന്ന് വിളി. ഈ സമയത്ത് ശ്രീ ആണെങ്കിൽ എടുക്കുന്നുമില്ല. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. മൊത്തത്തിൽ നമ്മുടെ ശ്രീ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.